എല്ലാവർക്കും എജുബിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് എസ് കലണ്ടർ വന്ന കാര്യം പറയാനായിട്ടാണ്. അപ്പോൾ എസ് കലണ്ടർ വന്നത് 2 മാസം മുന്നേ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അവിടെ എന്താണ് പുതുതായിട്ടൊരു അപ്ഡേറ്റ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം വന്ന ആ PDF നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് പലതിൻ്റെയും ഡേറ്റുകൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. മാസങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഡേറ്റുകൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അതായത് 2 ദിവസം മുന്നേ ആയിട്ട് SSC അവരുടെ സൈറ്റിൽ ഡേറ്റുകൾ സ്പെസിഫൈ ചെയ്തുകൊണ്ട്, അതായത് SSC നടത്തുന്ന CGL, CHSL പോലുള്ള എല്ലാ എക്സാമുകളുടെയും ഡേറ്റുകൾ സ്പെസിഫൈ ചെയ്തുകൊണ്ട് നമുക്കൊരു നോട്ടീസ് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ആദ്യമായിട്ട് SSC എക്സാംസ് ആദ്യമായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി SSC എക്സാംസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന എക്സാമുകളാണ്. അതായത് നമ്മൾ ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിൽ വരുന്ന എക്സാംസ് നമ്മൾ നടത്തി നോക്കുമ്പോഴത്തേക്കും UPSC എക്സാംസ് നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ റെയിൽവേ ബോർഡ് എക്സാംസ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും നടത്തുന്ന പോസ്റ്റുകൾ ഒഴികെയുള്ള ബാക്കി പോസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത് SSC ആണ്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ അതിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് പോസ്റ്റുകൾ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മിനിസ്റ്റീരിയൽ ലെവലിലുള്ള പോസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ ഇൻകം ടാക്സ്, കസ്റ്റംസ്, CBI പോലെയുള്ള ഡ്രീം ജോബുകളായിട്ട് നമ്മൾ പലരും കാണുന്ന പല പോസ്റ്റുകളിലും ആ പോസ്റ്റുകളുടെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് SSC എക്സാംസ് ആണ്. അപ്പം എല്ലാ വർഷവും SSC കലണ്ടർ പബ്ലിഷ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ടെൻറ്റേറ്റീവ് കലണ്ടർ എന്നാണ് പറയുന്നതെങ്കിൽ കൂടിയും ഏറെക്കുറെ ആ ഒരു ഡേറ്റിൽ തന്നെ നോട്ടിഫിക്കേഷൻസ് വരികയും ആ കറക്റ്റ് ഡേറ്റുകൾ തന്നെ എക്സാംസ് കണ്ടക്ട് ചെയ്യുകയും ചെയ്യാറാണ് പതിവ്. അപ്പോൾ ആ ഡേറ്റുകൾ വന്ന ഡീറ്റെയിൽസ് നിങ്ങളോട് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നോക്കാം, നമുക്ക് അവരുടെ സൈറ്റിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ SSCയുടെ സൈറ്റിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് നമുക്ക് 2026 എക്സാംസിന്റെ ഡീറ്റെയിൽസ് വന്നിരിക്കുന്നത് എങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാംസ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മൾ കാണുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം എന്ന് പറയുന്നത് SSC നടന്ന ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരുന്ന ഒരു എക്സാമാണ് ഈ പറയുന്ന കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ അല്ലെങ്കിൽ CGL എക്സാം നമ്മൾ പറയും. CGL നമ്മൾ പറയുന്ന ആ ഒരു എക്സാം വരുന്നത്. അവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡേറ്റ് വരുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന ഡേറ്റ് വരുന്നത് കൃത്യമായിട്ട് March 31 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ മാർച്ചിലാണ് വരുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ ഡേറ്റ് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. March 31 നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാം. ആ ഡേറ്റ് അല്ലെങ്കിൽ ആ ഒരു അപ്ലൈ ചെയ്യാനുള്ള കാലാവധി വരുന്നത് April 30 വരെയാണ്. എന്ന് വെച്ചാൽ ഒരു മാസത്തെ കാലാവധി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്യാനായിട്ട് ആ ഒരു എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ മന്ത് ഓഫ് എക്സാം, അവിടെ ഡേറ്റ് ഓഫ് എക്സാം പറഞ്ഞിട്ടില്ല, മന്ത് ഓഫ് എക്സാം പറയുന്നത് May June ടൈമിലാണ് എന്ത് ചെയ്യുന്നത് എക്സാം വരുന്നതാണ് അവിടെ പറയുന്നത്. ഇപ്പോൾ CGL വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണുന്ന എക്സാം ആണ്. അവിടെ നിങ്ങൾ പറയുന്നത് സെലക്ഷൻ പോസ്റ്റ്, അതായത് കുറച്ച് എക്സ്പീരിയൻസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ടെക്നിക്കൽ പരമായിട്ടും അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില പോസ്റ്റുകളിലേക്ക് വിളിക്കുന്ന സ്പെസിഫൈ ചെയ്ത് വിളിക്കുന്ന ചില പോസ്റ്റുകളാണ് സെലക്ഷൻ പോസ്റ്റ്. ഇപ്പോൾ നിങ്ങൾ CGL നോക്കുകയാണെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാംസ് ആണ് CGL എന്ന് പറയുന്നത്. നിങ്ങൾ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് CGL എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പക്ഷേ സെലക്ഷൻ പോസ്റ്റിനകത്ത് 10th ലെവലിലും +2 ലെവലിലും ഡിഗ്രി ലെവലിൽ വരുന്ന പോസ്റ്റുകൾ പല രീതിയിലുള്ള പോസ്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് എപ്പം തന്നെയാണ്, March 31 തന്നെയാണ് തന്നിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ ഡേറ്റ് കാലാവധി കഴിയുന്നതെന്ന് വെച്ചാൽ അപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് കാലാവധി കഴിയുന്നത് April 30, ഒരു മാസത്തെ ടൈമാണ് അവിടെയും തന്നിരിക്കുന്നത്. അവിടെ നിങ്ങൾ എക്സാം ഡേറ്റ് പറയുന്നത് May July ടൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. May July ടൈമിനകത്തായിരിക്കും എന്ത് ചെയ്യുന്നത് സെലക്ഷൻ പോസ്റ്റിന്റെ എക്സാംസ് വരുന്നത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അടുത്ത ജൂനിയർ എഞ്ചിനീയർ JEE, നമ്മൾ ടെക്നിക്കൽ പരമായിട്ട് സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റുകളിലേക്ക് നമുക്ക് എക്സാംസ് വിളിക്കാറുണ്ട്. അതും നിങ്ങൾ നോക്കുകയാണെങ്കിൽ സെയിം ഡേറ്റിൽ തന്നെയാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് പറഞ്ഞിരിക്കുന്നത്. March 30 പറഞ്ഞിരിക്കുന്നത്. നിങ്ങളവിടെ എക്സാമിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് കാലാവധി വരുന്നത് നിങ്ങൾക്ക് April 30. അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് April 30 ആയിരിക്കും. അതുപോലെ അവിടെ എക്സാം ഇറങ്ങുന്ന നോക്കിയേ May June ടൈമിലാണ്. നിങ്ങൾ ആ ഒരു ടൈം നോക്കുമ്പോൾ തന്നെ 3 എക്സാംസ് വരുന്നുണ്ട്. CGL വരുന്നുണ്ട്, അതുപോലെ സെലക്ഷൻ പോസ്റ്റ് വരുന്നുണ്ട്, അതുപോലെ JEEയുടെ എക്സാംസ് നമുക്ക് വരുന്നുണ്ട്. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വരുന്ന മെയിൻ ആയിട്ടുള്ള എക്സാം എന്ന് പറയുന്നത് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം ആണ്. CHSL എക്സാം നമ്മൾ പറയും, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി. അതായത് നമുക്ക് +2 ക്വാളിഫിക്കേഷനിൽ എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ് CHSL എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ഡേറ്റ് വന്നിരിക്കുന്നത് April 30 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ CGL അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് CHSLന്റെ നോട്ടിഫിക്കേഷൻ വരുന്ന ഡേറ്റ് ആയിട്ട് പറയുന്നത്. അവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു മാസം സമയം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്ലൈ ചെയ്യാനായിട്ട്. അവിടെ നിങ്ങൾക്ക് എക്സാം വരുന്ന സമയത്ത് July, September മാസത്തിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് എക്സാം വരുന്നത്. നിങ്ങളുടെ CGLും അതുപോലെ തന്നെ JEEയും ആ എക്സാമുകളൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യുന്നത് CHSLന്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വരുന്നത് സബ് ഇൻസ്പെക്ടർ ഡൽഹി പോലീസിന്റെ, അതായത് CPO പോലത്തെ പോസ്റ്റുകളാണ്. സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി എന്നൊക്കെ പറയുന്ന പോസ്റ്റ്. അത് പലരും യൂണിഫോം പോസ്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഡിഗ്രി ലെവൽ എക്സാംസ്, ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ വരുന്ന ഒരു പോസ്റ്റാണത്. അവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്
മെയ് 31 ഡേറ്റ്, അതായത് നമ്മുടെ CHSLന്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് അവർ എന്ത് ചെയ്യുന്നത്, അവിടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരു മാസം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്യാൻ തരുന്നുണ്ട്. അവിടുത്തെ എക്സാം വരുന്ന ഡേറ്റ് പറയുന്നത് ഒക്ടോബർ നവംബർ ടൈമിലാണ്. 2026 തന്നെ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സബ് ഇൻസ്പെക്ടർ പോസ്റ്റ്, ഡൽഹി പോലീസിന്റെ ഒക്കെ, അതായത് CPO അതിന്റെ നമുക്ക് എന്താണ് എക്സാംസ് വരുന്നതാണ്. അടുത്ത വരുന്ന മൾട്ടി ടാസ്കിംഗ് ആണ്. ഓക്കെ, MTS എക്സാം നമ്മൾ പറയും. MTS എക്സാം നമ്മൾ പറയുന്നത് അവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ ഡേറ്റ് വന്നിരിക്കുന്നത് 30/6/2020, അതായത് ജൂൺ 30 ആണ്. അതായത് നമ്മുടെ CPOയുടെ ലാസ്റ്റ് ഡേറ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇവിടെ നോട്ടിഫിക്കേഷൻ ഡേറ്റ് ആയിട്ട് തന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു മാസത്തേക്ക് ഡേറ്റ് നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് അപ്ലൈ ചെയ്യാനായിട്ട്. അതിന്റെ എക്സാംസ് വരുന്നത് സെപ്റ്റംബർ നവംബർ ടൈമിലാണ്. എന്ന് വെച്ചാൽ ഇത് രണ്ടും ഏകദേശം ഒരേ ടൈമിലാണ് നടക്കുന്നത്. മറ്റേ ഒക്ടോബർ നവംബർ ആണെങ്കിൽ സെപ്റ്റംബർ നവംബർ. അതായത് CGL, CHSL, MTS ഒക്കെ നമുക്ക് ഒരു ഓർഡറിൽ എക്സാംസ് വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ വരുന്നത് SSC GD പോസ്റ്റുകളാണ്. കോൺസ്റ്റബിൾ പോസ്റ്റ്, അതായത് നമ്മുടെ എന്താണ് CRPF അതുപോലെ തന്നെ മിലിറ്ററി ഫോഴ്സുകളിലേക്കുള്ള എന്താണ് കോൺസ്റ്റബിൾ പോസ്റ്റിന്റെ എക്സാമാണ് നമ്മൾ SSC GD എന്ന് പറയുന്നത്. അത് നമുക്ക് വരുന്നത് എപ്പോഴാണ്, നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 9ാം മാസത്തിൽ 30ാം ഡേറ്റ് ആണ്. നമുക്ക് ഡേറ്റ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ എന്താണ് ലാസ്റ്റ് ഡേറ്റ് തരുന്നത് ഇതുപോലെ ഒരു മാസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നവംബർ ഒക്ടോബർ ടൈമാണ് നമുക്ക് തന്നിരിക്കുന്നത് അവിടെ, അല്ല. അതിന് എക്സാം വരുന്നത് ജാനുവരി മാർച്ച് 2027 ആണ് നിൽക്കുന്നത്. 2027 2026-27 കലണ്ടർ എന്നാണ് നമ്മൾ പറയുന്നത് ഇപ്പം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ അതിൽ ലാസ്റ്റ് ഒക്കെ വരുന്നതാണ് ഈ GD എക്സാംസ് ഒക്കെ. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എക്സാം നോക്കുക 2026 ഇപ്പോൾ എന്താണ് GD എക്സാംസ് ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. കഴിഞ്ഞ വർഷത്തെ എക്സാംസിന്റെ 2025-26 GD എക്സാംസ് ഇനി നടക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് 2026-27 എക്സാം വരുന്ന സമയത്ത് അടുത്ത വർഷത്തിലേക്ക് 2027 ആകുമ്പോഴത്തേക്കാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അതിന്റെ എക്സാംസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അവർ സ്പെസിഫൈ ചെയ്ത് ഡേറ്റ് തന്നിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് നമുക്ക് ഒരു കലണ്ടർ ഇപ്പോൾ പബ്ലിഷ് ചെയ്യുന്നത്. ഈ കലണ്ടർ സ്പെസിഫൈ ചെയ്ത് തരുന്നതെന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ മാർച്ച് മാസത്തിനെ പറഞ്ഞിട്ടുള്ളായിരുന്നു. ആ ഡേറ്റ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടേ ഉള്ളൂ. സാധാരണ രീതിയിൽ അത് മാറി വരാറുണ്ടെങ്കിലും ഇപ്പം ഡേറ്റ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞുകൊണ്ട് ഈ ഡേറ്റുകളിൽ തന്നെ നമുക്ക് എന്ത് വരാനുള്ള ചാൻസ് ആണ് കൂടുതൽ, നോട്ടിഫിക്കേഷൻ വരാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാം, അലേർട്ടായിട്ടിരിക്കുക. നമ്മൾ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എന്താണ് യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എങ്കിലും നിങ്ങൾക്ക് നേരത്തെ കൂട്ടി, അതായത് ഇപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ തന്നെ ഒരു 4-5 മാസം നിങ്ങൾക്ക് എന്താണ് CGL നമുക്ക് അവിടെ 4 മാസം CGL തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് നല്ലപോലെ തന്നെ ഇപ്രാവശ്യമുള്ള ഏതെങ്കിലും ഒരു എക്സാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ സാധിക്കും. SSC എക്സാമിന് ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു സഹായം വേണം നിങ്ങൾക്ക് പഠിക്കാനായിട്ടെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും EDUBIയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഓൺലൈനും ഓഫ്ലൈനും കോഴ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.